Hi friends, welcome to Shameeskitchen kitchen. എല്ലാവർക്കും സുഖാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഈ വേനൽ ചൂടിനെ പറ്റിയ ഒരു നല്ലൊരു റിഫ്രഷ്മെന്റ് ആയിട്ടുള്ള ഒരു ജ്യൂസ് ആണ് കേട്ടോ. നമ്മുടെ ഈ ജ്യൂസ് തയ്യാറാക്കി എടുക്കാനായിട്ട് മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് കുക്കുംബർ ആണ് കേട്ടോ. അത് കക്കിരിയാണ്. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള കക്കിരിയാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ചെറിയ രീതിയിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. കൂടെ പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു പകുതി നാരങ്ങയുടെ ജ്യൂസും കൂടിയാണ്. ഞാനിപ്പോൾ ഒരു 350 ml അളവിലാണ് ജ്യൂസ് തയ്യാറാക്കി എടുക്കുന്നത്. അതിൻ്റെ ആ ഒരു ചേരുവയുടെ അളവുകളാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. കൂടെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് പുതിനയിലയും കൂടിയാണ്. അപ്പോൾ ഈ ചൂടിന് ഏറ്റവും നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് കേട്ടോ ഈ പുതിനയില. അപ്പോൾ ഈ ജ്യൂസ് എന്നല്ല ഏത് ജ്യൂസ് നിങ്ങൾ തയ്യാറാക്കുന്ന സമയത്തും കുറച്ച് പുതിനയില കൂടെ ചേർത്തേക്ക് കേട്ടോ. അപ്പോൾ നല്ലൊരു റിഫ്രഷ്മെൻറ്റ് കൂടെ കിട്ടും. കൂടെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചിയും കൂടിയാണ്, അതും കൂടി ചേർക്കാം. അതുപോലെ തന്നെ ഒരു പിഞ്ചളവിൽ ഉപ്പും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് തേനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് തയ്യാറാക്കാനായിട്ട് കുറച്ച് തേൻ ചേർത്ത് കൊടുക്കാം മധുരത്തിന്. അതല്ല നമുക്ക് തേൻ ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പകരം നമുക്കിതിലേക്ക് പഞ്ചസാരയും മധുരത്തിനനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ ഇതിലേക്ക് വളരെ കുറച്ച് മാത്രം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 200 ml അളവിലാണ് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഐസ് വാട്ടർ ആണെന്നുണ്ടെങ്കിൽ ഐസ് വാട്ടർ ചേർക്കാവുന്നതാണ്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം മാത്രം ബാക്കി വെള്ളം കൂടി ചേർക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നല്ല സ്മൂത്തായിട്ട് നമുക്കൊന്ന് അരഞ്ഞു കിട്ടില്ല, അതിൻ്റെ പേരിലാണ് കേട്ടോ. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഞാനിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ബാക്കി വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. ഈ ഒരു രീതിക്ക് നമുക്കൊന്ന് അരിച്ചെടുക്കാവുന്നതാണ്. അധികം വേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഈ ഒരു രീതിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം നമ്മുടെ ഇഞ്ചിയൊക്കെ ചേർത്തിരിക്കുന്നതിൻ്റെ പേരിൽ നമ്മളിതൊന്ന് അരിച്ചതിന് എടുക്കണം. കാരണം അതുപോലെ തന്നെ ആ കക്കരിയുടെ ആ ഒരു തോടൊക്കെ നമുക്കൊന്ന് മാറി കിട്ടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് അരിച്ചെടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ നല്ല ക്ലിയർ ആയിട്ടുള്ള നമുക്ക് ജ്യൂസ് കിട്ടും കേട്ടോ. വളരെ റിഫ്രഷ്മെൻ്റ് ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ്. അപ്പോൾ ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലിപ്പോൾ ഞാൻ നോർമൽ വാട്ടറാണ് ചേർത്തിരിക്കുന്നത്. തണുപ്പിന് വേണ്ടിയിട്ട് ഐസ് ക്യൂബ്സ് വേണമെന്നുണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് നല്ല സൂപ്പറായിട്ട് ഒന്ന് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലത് ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം കേട്ടോ. അപ്പോൾ അതുവരെയ്ക്ക് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.